ഇവൻ എനിക്ക് വേണ്ടി കളിക്കുകയാണോ അതോ എന്നെ കുറെ കളിപ്പിക്കുകയാണോ? അത് പിന്നെ ബല്ല സാറേ, കസ്റ്റമർ സന്തോഷിച്ചാലേ നമ്മുടെ ബിസിനസ് അടിപൊളിയായിരിക്കും. എന്തിനാ സാറ് വിഷമിക്കുന്നത്? അത് കലക്കി. ആകാശം ഭൂമിയിൽ എപ്പോഴെങ്കിലും തട്ടിമുട്ടി കണ്ടിട്ടുണ്ടോ? ഓടുന്ന സൈക്കിളിൽ കിടന്നുറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ജബ്രു ചേട്ടൻ ഇതെല്ലാം ചെയ്യാനാകും. അതാണ് അത്ഭുതം. കണ്ടോളൂ, എല്ലാവരും കൈയടിച്ചേ, കൈയടിച്ചേ. ഇയാളെന്താ ഇങ്ങനെ ചാടി ഓടി വരുന്നേ? ഇയാളുടെ ഉടുപ്പിന് തുറുമ്പ് വല്ലതും കയറിപ്പോയതാണോ? അറിയില്ല ഇൻസ്പെക്ടർ മാഡം, എന്തായാലും ചോദിച്ചു കളയാം. അല്ല, എന്താ ഇതേ ഞങ്ങളുടെ പോലീസ് മാഡത്തിന്റെ ഒരു സ്റ്റൈലാട്ടാ. അപ്പൊ മോഷണം പോയതിന്റെ പരാതി ഞാൻ ആരോട് പോയി പറയും? എവിടെ പോയി ചോദിക്കും? മോഷണം പോയെന്നോ? പിന്നെന്തിനാടോ താൻ സംസാരിച്ചു വെറുതെ സമയം കളയുന്നത്? കേരടോ വണ്ടി നിർത്തട. പോത്തിന്റെ വാല് പിടിച്ച് വലിച്ചതുപോലെ താനെന്ത് എങ്ങോട്ടാടോ ഈ നെട്ടോട്ടോ ഓടുന്നത്? വല്ല മത്സരവും നടക്കുന്നുണ്ടോ? അത് മറ്റൊന്നുമല്ല മാഡം, അവൻ എന്നോട് പറയോ മോഷണം പോയെന്ന്. ആ കള്ളൻ കറുത്ത ബൈക്കില് ഈ വഴിക്കത്ര പോയത്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് വണ്ടി എടുത്തത്. കള്ളൻ എസ്കേപ്പ് ആയി പറഞ്ഞിട്ടും താനെന്താടോ വായി നോക്കി നിൽക്കുന്ന? വണ്ടി എടുക്കടോ, വണ്ടി എടുക്ക്. പെട്ടെന്ന് കേട്ടതും കയറെടുത്ത പോലെ ആയില്ലോടാ നിന്റെ കഥ. നിയമത്തിന്റെ കയ്യിൽ നിന്നും പോലീസ് മേഡത്തിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷയില്ല. എന്നെ പിടിക്കാൻ വന്ന ആളുടെ മുഖത്ത് കരിവാരി തേച്ചതുപോലെ ആയല്ലോ. ഇതിപ്പോ വലിയ പ്രശ്നമായോ? എന്റെ മേക്കപ്പ് മൊത്തം ഡാമേജ് ചെയ്തില്ലേ? ഇവൻ എങ്ങോട്ടായി അപ്രത്യക്ഷനായത്? പാതാളത്തിലേക്കാണോ അതോ ആകാശത്തിലേക്കാണോ? എന്റെ മാഡം, അതിപ്പോ അനന്തരവനല്ലേ പറയാൻ പറ്റൂ. നിന്നെ സമ്മതിക്കണം സൂത്രക്കാരൻ കള്ളം കുട്ടാ. ഡയമണ്ട് കൊണ്ടുപോകുന്ന വണ്ടി ഞാൻ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാക്കി മാറ്റിയില്ലേ? ഇനി ഞാനൊന്ന് കാണട്ടെ. ഞാൻ സിറ്റി കടന്നു പോകുന്നത് ആളുകൾ കാണുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും സിറ്റിയിൽ വിലസി നടക്കുന്ന കള്ളനെയും ആർക്കും തോൽപ്പിക്കാനാകില്ല മോനെ. നിർത്തിക്കേ വണ്ടി നിർത്തിക്കേ. മാഡം എന്തുട്ട കൈ കാണിച്ചേ? ഇത് ചപ്പും ചവറും കൊണ്ടുപോണ വണ്ടിയാണ്. അവിടെ ഒരു സ്ഥലത്ത് ഡ്രെയിനേജിന്റെ പൈപ്പ് പൊട്ടിയേക്കാണ്. അതെ പിന്നെ മാഡം, ഞാനിപ്പോ പോയില്ലെങ്കിലേ നാട് മൊത്തം മാറിപ്പോകും. പിന്നെ എല്ലാവരുടെ മൂക്ക് അടച്ചു പിടിച്ചോണ്ട് നടക്കേണ്ടി വരും. ഇവനെ വിട്ടേക്ക്. നിക്ക്, ഈ പെയിന്റിന്റെ ഫ്രഷ് ആയ മണം ഇത് എവിടെയാ വരുന്നേ? ഇതിപ്പോ പെയിന്റ് അടിച്ച വണ്ടി പോലെ ഉണ്ടല്ലോ. വണ്ടീന്റെ ടയറുകളിൽ ചീറ്റയുടെ അടയാളം ഉണ്ടല്ലോ. അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഡയമണ്ട് വാൻ ഇത് തന്നെയാണ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സ്കൂട്ട് ആവണം. വണ്ടി തിരിക്കാൻ പോലും സ്ഥലമില്ലല്ലോ. റിവേഴ്സ് ഗിയർ ഇട്ടേക്കാം. പോത്തിന്റെ വാലെ പിടിച്ച് വലിച്ചതുപോലെ എങ്ങോട്ടാണ് ഈ ഓടി പോന്നേ? ഇന്നു വിട്ടു പോ ബെഹദൂറേ. അതെ പോലീസ് മാഡം, ഒന്ന് നിക്ക്. പോലീസ് മാഡം, എന്നെ നിങ്ങളോടൊപ്പം കൊണ്ടുപോ. പോലീസ് മാഡം. ഡയമണ്ട് അമ്മ
അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അനന്തരവൻ കൂടെ ഉള്ളപ്പോ അമ്മാവനൊന്നും സംഭവിക്കില്ലടാ. എടാ ബഹദൂറെ ബ്രേക്ക് ചവിട്ടടോ. ഇതെന്താണ്? അതെ, ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ ഒരു സ്റ്റൈലാണ് ട്ടാ. ആ ഏറ്റവും മെഷീൻ എന്റെ കാറിന്റെ എടുത്തോണ്ട് ഓടിപ്പോയി. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസ് മേഡത്തിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷ ഉണ്ടാവില്ല. അത് മനുഷ്യനായാലും കൊള്ളാം, മെഷീൻ ആയാലും കൊള്ളാം. പോത്തിന്റെ വാല് പിടിച്ച് വലിച്ചതുപോലെ ആയല്ലോ. ഓ ഏറ്റവും മെഷീൻ ഇവിടെന്നാ എന്റെ കാറിന്റെ എടുത്തോണ്ട് ഓടിപ്പോയത്. ഭാഗ്യത്തിന് എന്റെ കാറിന്റെ എനിക്ക് തിരിച്ചു കിട്ടി. ഐഡിയ. ഡാമേജ് ആയ ചാവി വെച്ച് കള്ളിന് ATM തുറക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു ചാവി ഉണ്ടാക്കാൻ നമ്മുടെ അടുത്ത് വന്നല്ലേ പറ്റൂ. അത് കൊള്ളാലോ അനന്തരവാ. നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ. ചേട്ടാ, ഈ താക്കോല് ഡാമേജ് ആയി പോയി. നമ്മളിനി ATM മെഷീൻ എങ്ങനെയാ തുറക്കുന്നത്? അതിന്റെ കാര്യം വിട്ടേക്ക്. ഈ ചുറ്റിക കൊണ്ട് ആ ATM മെഷീൻ തല്ലി പൊടിച്ചെടുക്കണം മണ്ട. എന്റെ പൊന്നു ചേട്ടാ, എല്ലാ സ്ഥലത്തും പവർ കാണിക്കേണ്ട ആവശ്യമില്ല. ചില സ്ഥലത്ത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് വെച്ചിട്ട് ATM തുറക്കാൻ പറ്റുമെങ്കിലേ ഇത് തല്ലി പൊളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? തുറക്കാത്ത പൂട്ടും തുറന്നു തരുന്നവരാണ് ഞങ്ങൾ. താക്കോൽ വല്ല പൂട്ടുമുണ്ടോ? ഞങ്ങളെ കൊണ്ട് തുറക്കാൻ പറ്റാത്ത ഒരു പൂട്ടുമില്ല. നമ്മുടെ ATM മെഷീൻ തുറക്കാനുള്ള താക്കോൽ ഇവരെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കാം. തുറക്കാത്ത പൂട്ടും തുറന്നു തരുന്നവരാണ് ഞങ്ങൾ. താക്കോലുകാരൻ. നിങ്ങൾക്ക് ശരിക്കും ഏത് പൂട്ടും തുറക്കാൻ പറ്റുമോ? ഇത് എന്ത് ചോദ്യമാ സാറേ? അമേരിക്ക, റഷ്യ, ജർമ്മനി അങ്ങനെ എല്ലാ പൂട്ടിനുമുണ്ട് ഞങ്ങളുടെ കയ്യിൽ താക്കോൽ. ലോകത്തിലുള്ള മിക്കവരും ഞങ്ങളടുത്താ പൂട്ട് തുറക്കാൻ വരുന്നത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ തുറക്കേണ്ടത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, ബാക്കിയെല്ലാം പോകുന്ന വഴി പറയാം. ഫണ്ടൂഷ് നഗറിൽ കള്ളന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ പുതിയ ഭൂതങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്? പക്ഷേ ഭൂതങ്ങൾക്ക് എന്നു മുതലാ കാശിന് ആവശ്യമുണ്ടായത്? ഒരുപക്ഷെ വെള്ള വസ്ത്രം വാങ്ങിക്കാനായിരിക്കോ? കള്ളൻ 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 കള്ളൻ. അയ്യോ പാവം, ആ മനുഷ്യന് സൂട്ട് കേസ് കൈവിട്ട് പോയത് കാരണം വട്ടുപിടിച്ചെന്ന് തോന്നുന്നു. വാ ബഹദൂർ, നമുക്ക് അയാളുടെ സൂട്ട് കേസ് ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? വായി നോക്കിക്കൊണ്ടിരിക്കാതെ വണ്ടി തിരിക്കടോ. നീ എന്റെ കളി കണ്ടോ മോനെ? ആ എടോ, താൻ അവിടെ നിന്ന് ട്രാഫിക് മാനേജ് ചെയ്യാണോ അതോ ഡാൻസ് കളിക്കുകയാണോ?
ഒരു കാര്യം അറിയോ പോലീസ് മാഡം, ആരാണ്ടോ കോജിയുടെ പുതിയ കണ്ടുപിടുത്തം അടിച്ചു മാറ്റി പോലും. ഇപ്പൊ അവര് മായമായി മറന്നു പോയിരിക്കുക. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അയാള് തന്നെയായിരിക്കും മോഷണം നടത്തുന്നത്. ഷോ ഈ കോജിയുടെ കാര്യം എന്തെങ്കിലും കുന്തമൊക്കെ കണ്ടുപിടിച്ചോളും. അയാൾ ഉണ്ടാക്കും. പ്രശ്നം അഭിമുഖീകരിക്കേണ്ടത് നമ്മളും. ഭൂതവും പ്രേതവും ഒന്നുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലടോ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷയില്ല. അതേത് ഇന്റർനാഷണൽ കള്ളനായാലും കൊള്ളാം. കള്ളൻ ഒന്നല്ല, രണ്ടുപേരാ. ഇത് കണ്ടോ പോലീസ് മാഡം? രണ്ടുപേരുടെ കാൽച്ചുവടിന്റെ അടയാളമായിട്ട്. ഇനി ആ ഇൻവിസിബിൾ കള്ളന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അത് ഞാൻ ഏറ്റു.